എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ വേവൂഷനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അവൻ്റെ ചേച്ചിയായിരുന്നാലും അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ വേവൂഷന് ഭയങ്കര വലിയ ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ ലൻഷാൻ ശ്രദ്ധിക്കും. അവനിങ്ങനെ ദൂരെ നിന്ന് ഇവനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മുടെ ലൻഷാൻ വേവൂഷാൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലത്തില്ല. അവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ബാക്കിയുള്ള എല്ലാ ക്ലാൻ മെമ്പേഴ്സും കൂടി ചേർന്നിട്ട് നമ്മുടെ വേവൂഷനെ വരവേൽക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നാലും ഇവർക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേവൂഷൻ എങ്ങനെയാണ് ഇത്ര പവർഫുൾ ആയത്, അവൻ എങ്ങനെയാണ് ഇങ്ങനൊരു പവർ കിട്ടിയത്, ഇത്രയും നാളും അവൻ എവിടെ ആയിരുന്നു, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ ഇതൊന്നും കേൾക്കുന്നേ നമ്മുടെ വേവൂഷൻ അതിന് ആൻസർ കൊടുക്കാനൊന്നും നിൽക്കത്തില്ല. അവനവിടെ മിണ്ടാതെ നിൽക്കും. ഇവിടെ നമ്മളുടെ വേവൂഷൻ ഇപ്പോൾ വാളധികം അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇവൻ്റെ അടുത്ത് അതിനെ പറ്റിയൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ വേവൂഷൻ നല്ല ഡൗൺ ആയിരുന്നു. അവനവിടെ മാറിയിരുന്ന് കുടിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ജിയാങ്ങിന് ഭയങ്കര സങ്കടം വന്നിട്ട് വേവൂഷാൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനൊക്കെ നോക്കും. ജിയാങ്ങും അവിടെ ചോദിക്കുന്നത് നീ എന്താ നിന്റെ വാളിപ്പോൾ യൂസ് ചെയ്യാത്തേ എന്നാ. സത്യം പറഞ്ഞാൽ നമ്മുടെ വേവൂഷാൻ അവൻ്റെ വാള് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. വാള് വെച്ചിട്ട് അവൻ്റെ കഴിവ് എല്ലാവരുടെയും മുമ്പിൽ പ്രകടിപ്പിക്കാൻ അവന് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നാൽ ഇതിന് നമ്മളുടെ വേവൂഷാൻ അങ്ങനെ പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുക്കത്തില്ല. അവൻ അവിടെ നിന്ന് അങ്ങ് പോവും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെൻ ക്ലാനിലുള്ള ആളിനെയാണ്. ആ തലവൻ്റെ മോനാണെങ്കിൽ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇതറിയുന്നതും അയാൾ ഭയങ്കര ദേഷ്യത്തിലാവും. അയാളുടെ കയ്യിൽ ഇപ്പോൾ സൂപ്പർ പവർ ഉള്ള 3 മെറ്റൽസ് ഉണ്ട്. ഇയാൾ ആ മെറ്റൽസിനെ യൂസ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെ എല്ലാം പപ്പറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ആ ബ്ലേഡ് മാസ്റ്ററിലെ ആളുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ക്ലാൻ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ വെൻ ക്ലാനിലെ ആൾക്കാരെ എല്ലാം അടിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ വേവൂഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് വേവൂഷാൻ്റെ ആ ഒരു മെത്തേഡൊന്നും ശരിയല്ല, അവൻ നമ്മളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മളുടെ ജിയാങ്ങിൻ്റെ അടുത്തും പറയും, നീയാണ് ഇനി മുതൽ ലോട്ടസ് ക്ലാനിൻ്റെ തലവൻ, അപ്പോൾ നീ വേണം തലവനായിട്ടിരിക്കാൻ. എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ വേവൂഷാനാണ് തലവൻ എന്നുള്ള രീതിയിലാണ് നടക്കുന്നേ എടുക്കുന്നതെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേയും ജിയാങ് അവിടെ നമ്മളുടെ വേവൂഷാനെ സപ്പോർട്ട് ചെയ്താൽ പറയുന്നത് അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ഇവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കും. ഇവിടെയായിട്ട് നമ്മളുടെ വേവൂഷാനായിരുന്നാലും അവനവൻ്റെ പവേഴ്സ് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ ഇക്കാര്യമെല്ലാം അവൻ്റെ ചേച്ചിയും ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളുടെ വേവൂഷാൻ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകുന്നതും അവിടെ വെച്ച് കാണും. അതായത് കുറച്ച് വെൻ ക്ലാനിലുള്ള ആൾക്കാരെ നമ്മളുടെ ഈ ക്ലാൻ മെമ്പേഴ്സ് എല്ലാം തടവിലാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വെൻചിനും ഉണ്ടായിരുന്നു. അതായത് വേവൂഷൻ്റെ ഫ്രണ്ടായിട്ടുള്ള വെന്നിങ് ഇല്ലേ, അവൻ്റെ ചേച്ചി. ഇവളെ കാണുന്നതും വേവൂഷൻ നല്ലതുപോലെ ഷോക്കായി പോകും. ഇവിടെ നമ്മളുടെ വേവൂഷൻ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവരെയൊക്കെ ആരാണോ ടോർച്ചർ ചെയ്യുന്നത് അവർക്ക് ചെറുതായിട്ടൊരു പണിഷ്മെന്റ് കൊടുക്കും. ഇത് നമ്മളുടെ വേവൂഷൻ്റെ ചേച്ചിയും ചെറുതായിട്ട് കാണും. അവള് വന്നിട്ട് ചോദിക്കും, നീ ഇപ്പം എന്ത് പവറാണ് യൂസ് ചെയ്തത്, നിനക്ക് ചുറ്റിനും ബ്ലാക്ക് കളറിലെ എനർജി ഉണ്ടായിരുന്നല്ലോ എന്ന്. എന്നാൽ വേവൂഷൻ അവിടെ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വേവൂഷൻ ഇവിടെ ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തായിട്ട് വരുന്നതാ. അവിടെയും ഭയങ്കര വലിയൊരു ഡാർക്ക് എനർജിയുടെ ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും പേടിച്ചു പോവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ലൻഷാൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വേവൂഷൻ്റെ കാര്യത്തിൽ കെയറിങ് തോന്നി അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. എന്നാലും ലൻഷാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നാൽ വേവൂഷൻ്റെ ചേച്ചി വന്നിട്ട് ലൻഷാൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പോൾ വേവൂഷൻ എന്താ പറ്റിയത്, എനിക്ക് നിൻ്റെ അടുത്ത് നിന്ന് ഒരു ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ലൻഷാൻ പറയുന്നത് തന്നെ വാള് യൂസ് ചെയ്താൽ മാത്രമേ അവൻ്റെ പവേഴ്സിനെ അവന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വേവൂഷൻ വരും. അവൻ വന്നിട്ട് നമ്മുടെ ലൻഷാൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങും. അവൻ ചോദിക്കും, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ നിൽക്കരുത് എന്ന്. ഇത് കേൾക്കുന്നേ ലൻഷാൻ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് പോകും. അവന് നല്ല ദേഷ്യമായിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ വേവൂഷൻ അവിടെ അറിയും, അതായത് ലൻഷാൻ ആണെങ്കിൽ അവൻ്റെ ചേച്ചിയെടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. വേവൂഷാൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ തന്നെ അവൻ്റെ ചേച്ചി അവനെ മോശമായിട്ട് കാണുമോ എന്ന് ആലോചിച്ചിട്ടാണ്. ഇത് കേൾക്കുന്നേ വേവൂഷാന് മനസ്സിലാവും ലൻഷാൻ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് നിന്ന് സോറി പറയണോ എന്ന്. എന്നാൽ വേവൂഷാൻ അടുത്ത് വരുന്നതും ലൻഷാൻ അവൻ്റെ കൂടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ വേവൂഷാൻ പറയും, നിന്റെ സ്കിൽസൊക്കെ നല്ലതുപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ നമ്മുടെ ലൻഷാൻ അവിടെ പറയുന്നത്, നിന്റെ സ്കിൽസിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടില്ല, നിന്റെ വാൾ എവിടെ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ വേവൂഷാൻ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് വേവൂഷാനെ ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നത്. എന്നാൽ അവൻ്റെ ചേട്ടന് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന രാത്രി സമയമാവുന്നതും വേവൂഷാൻ വന്ന് നമ്മുടെ ലൻഷാൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ വേവൂഷാൻ എല്ലാ കാര്യങ്ങളും പറയും. അതായത് 3 മാസം ആ ഇല്ലിങ് എന്ന് പറഞ്ഞ മൗണ്ടെയിനിൽ കിടന്നപ്പോഴാണ് അവൻ്റെ ഈ പവേഴ്സിനെല്ലാം ഇമ്പ്രൂവ് ആക്കി എടുത്തത് എന്ന്. അങ്ങനെയാണ് അവൻ ഈ പവേഴ്സ് കിട്ടിയത്. എന്നാൽ നമ്മുടെ ലൻഷാൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്ത്
കഴിഞ്ഞാൽ നമ്മുടെ വേവൂഷന്റെ ലൈഫിന് എന്തെങ്കിലും പറ്റുമോ എന്നാണ്. അതായത് അവനാണെങ്കിൽ നല്ല കുറെ പവേഴ്സ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അവൻ ഡാർക്ക് എനർജി യൂസ് ചെയ്തിട്ട് അതിന് കംപ്ലീറ്റ് ആയിട്ട് അടിമയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വേവൂഷനെ പിന്നീട് ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല. അവൻ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് മാറും. ഇതൊക്കെയാണ് നമ്മുടെ ലൻഷാന്റെ ഏറ്റവും വലിയ ടെൻഷൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൻഷാന്റെയും വേവൂഷന്റെയും ഡ്രീം ഒന്നാണ് കേട്ടോ. അതായത് പാവപ്പെട്ട ആൾക്കാരെ സംരക്ഷിച്ചിട്ട് വില്ലന്മാരെ എല്ലാം ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും നമുക്ക് സോൾമേറ്റ്സ് എന്ന് വിളിക്കാനും പറ്റുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ വേവൂഷനാണെങ്കിൽ ലൻഷാന് വാക്ക് കൊടുക്കും. അതായത് അവൻ ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ പോകത്തില്ല, അവനവന്റെ പവേഴ്സിനെ ദുരുപയോഗം ചെയ്യത്തില്ല എന്ന്. അഥവാ അങ്ങനെ ചെയ്താലും നമ്മുടെ വേവൂഷൻ ആഗ്രഹിക്കുന്നത് തന്നെ ലൻഷാന്റെ കൈ കൊണ്ട് അവൻ മരിക്കണം എന്നാണ്. ഇതും അവൻ അവിടെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആ ബ്ലേഡ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ ആ വെൻ ക്ലാനിലെ ആൾക്കാരെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാൻ മെമ്പേഴ്സും കൂടി യാത്ര ചെയ്യുന്നതാണ്. അങ്ങനെ ഭയങ്കര വലിയ ഫൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മളുടെ വെൻ ക്ലാനിന്റെ തലവനാണെങ്കിൽ കുറച്ച് ആൾക്കാരെല്ലാം മോൺസ്റ്ററാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ മോൺസ്റ്റേഴ്സിനെ തോൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമേ ആയിരുന്നില്ല. ഭയങ്കര പാടാണ്. ഈ മോൺസ്റ്റേഴ്സ് ആരെയാണോ ആക്രമിക്കുന്നത് അവർ പിന്നീട് മോൺസ്റ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുക. ഇവിടെയായിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററും ടീമും എല്ലാം ഭയങ്കരമായിട്ട് ടെൻഷനിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊല്ലുന്നത് ഭയങ്കര പാടായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ബ്ലേഡ് മാസ്റ്ററും ടീമുകളും തീരുമാനിക്കും നമുക്ക് എന്തായിരുന്നാലും ഡയറക്റ്റ് ആ വെൻ ക്ലാനിന്റെ തലവനെ തന്നെ ആക്രമിക്കാം. തലവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പപ്പറ്റ്സ് നമ്മളെ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാന്റെ ചേട്ടൻ പറയും എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നാൽ ആ ആൾ ആരാണെന്ന് പറയാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അയാൾ എനിക്ക് വെൻ ക്ലാനിന്റെ കൊട്ടാരത്തിന്റെ മാപ്പ് തന്നെ തന്നിട്ടുണ്ട് എന്ന് പറയും. ഈ മാപ്പ് വെച്ചിട്ട് നമ്മളുടെ ആ ബ്ലേഡ് മാസ്റ്ററിലെ അയാൾ ആ വെൻ ക്ലാനിന്റെ കൊട്ടാരത്തിലായിട്ട് കയറും. അവിടെ ചെന്നിട്ട് അയാളുമായിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ നമ്മളുടെ ഈ ബ്ലേഡ് മാസ്റ്ററിന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ടാണ് ഒരാൾ സർപ്രൈസ് ആയിട്ട് എൻട്രി ആവുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആ നുണക്കുഴിയുള്ള ആളില്ലേ അവൻ തന്നെയായിരുന്നു. അതായത് അവൻ ഇപ്പോൾ നമ്മുടെ വെൻ ക്ലാനിലുള്ള തലവന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളുടെ ബ്ലേഡ് മാസ്റ്റർ ആണെങ്കിൽ ഈ നുണക്കുഴിയുള്ളവനെ കാണുന്നേ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തന്നെയല്ലേ ഇവനെ പിടിച്ച് പുറത്താക്കിയത്. അതേസമയം തന്നെ ബാക്കിയുള്ള ലീഡേഴ്സ് എല്ലാവരും പുറത്ത് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ എല്ലാ ലീഡേഴ്സും നല്ലതുപോലെ തോറ്റുപോയിക്കൊണ്ടിരിക്കുക. ഇത് കാണുന്നത് നമ്മുടെ വേവൂഷൻ തീരുമാനിക്കും അവനവന്റെ ബ്ലാക്ക് മാജിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വേവൂഷൻ ആണെങ്കിൽ ഒരു സംഭവത്തിന്റെ മണ്ടേ കയറി നിന്നിട്ട് അവന്റെ ഫ്ലൂട്ട് നല്ലതുപോലെ വായിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന പപ്പറ്റ്സ് ഇല്ലേ അതെല്ലാം നമ്മളുടെ വേവൂഷൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങും. അവരെല്ലാവരും വെൻ ക്ലാനിനെതിരെ തന്നെ തിരിയാനായിട്ട് തുടങ്ങും. ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ആ വെൻ ക്ലാനിന്റെ തലവനില്ലേ അയാൾ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അയാൾ വിചാരിക്കും എൻ്റെ ഈ കല്ലുകൾ എന്താ ഇപ്പോൾ വർക്ക് ആവാത്തത് എന്ന്. അവസാനം അയാൾ വേഗം തന്നെ പുറത്തോട്ട് വന്ന് നോക്കും. അവിടെയായിട്ട് നമ്മുടെ വേവൂഷനെ കണ്ടിട്ട് ഇയാൾ നല്ലതുപോലെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അയാൾ ചോദിക്കും നീ ഇതെങ്ങനെയാ ചെയ്തത്, അവസാനത്തെ പാർട്ട് നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത് എന്ന്. അപ്പോൾ നമ്മുടെ വേവൂഷൻ ഇവിടെ പറയുന്നത് തന്നെ ഈ കല്ലിന്റെ പേര് ടൈഗർ ആംബ്ലറ്റ് എന്നാണ്. ഇത് കേൾക്കുന്നതിന് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഈ സ്റ്റോറിക്ക് ഇനി പറയത്തതേ ഉള്ളൂ. ഇവിടെയായിട്ട് ഈ വെൻ ക്ലാനിലെ തലവനാണെങ്കിൽ നമ്മുടെ വേവൂഷന്റെ കൊങ്ങയ്ക്കായിട്ട് കയറിയങ്ങ് പിടിക്കും. അവന് നല്ലതുപോലെ സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരാൾ പുറകെ നിന്ന് വന്നിട്ട് വെൻ ക്ലാനിന്റെ ആ തലവനില്ലേ അയാളെ അങ്ങ് കുത്തും. ഇത് വേറെ ആരുമല്ല നമ്മുടെ ആ നുണക്കുഴിയുള്ള ആള് തന്നെയാ. ഇവിടെയായിട്ട് പ്രശ്നമെല്ലാം സോൾവ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൻഷാന്റെ ചേട്ടനായിരുന്നാലും അകത്ത് വന്നിട്ട് ബ്ലേഡ് മാസ്റ്ററിനെയൊക്കെ രക്ഷിക്കും. ഇവിടെയായിട്ട് ഈ നുണക്കുഴിയുള്ളവനെ കാണുന്നതും ബ്ലേഡ് മാസ്റ്ററിന് ഭയങ്കര ദേഷ്യം വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൻഷാന്റെ ചേട്ടൻ പറയും അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, എനിക്ക് ഇവിടുത്തെ സീക്രട്ട് ആയിട്ടുള്ള മാപ്പൊക്കെ തന്നത് ഇവൻ തന്നെയാ, ഇവൻ നമ്മളെ രക്ഷിക്കാനാ നോക്കിയത് എന്ന്. ഇത് കേൾക്കുന്നേ ബ്ലേഡ് മാസ്റ്റർ ഇവനെ ഒന്നും പറയാനൊന്നും നിൽക്കത്തില്ല. അതേസമയം തന്നെ നമ്മുടെ ലൻഷാനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ വേവൂഷനെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. നമ്മുടെ വേവൂഷൻ ഇപ്പോൾ ബോധം കെട്ടി വീണിട്ടുണ്ട്. ലൻഷാൻ ആയിരുന്നാലും ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു 3 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ വേവൂഷൻ ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. അവനവൻ്റെ ചേച്ചിയെടുത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ചേച്ചി പറയും എല്ലാ ദിവസവും ലൻഷാൻ ഇവിടെ വന്ന് നിന്റെ മൈൻഡ് കാമാവാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ വേവൂഷൻ്റെ ആ ഒരു ടൈഗർ ആൽമൽറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ വേവൂഷൻ്റെ അടുത്ത് ഭയങ്കര നന്ദിയുള്ളവരുമാണ്. കാര്യം അവനെ കാരണമല്ലേ ഇവരെല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ലൻഷാൻ അവിടേക്ക് വരും. വേവൂഷന് വേണ്ടിയിട്ട് മൈൻഡ് കാമാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ആ പാട്ടൊക്കെ പാടി കഴിയുന്നത് നമ്മുടെ വേവൂഷന് നല്ല എനർജിയൊക്കെ ഫീൽ ചെയ്യും. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ നല്ല ടെൻഷനിലായിരുന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് ആൾക്കാരുടെ സൗണ്ടൊക്കെ കേൾക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ക്ലാനിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷൻ പറയും ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ്, നമുക്ക് ആരെയാണ് ചീത്തയാണെന്നൊക്കെ പറയാൻ പറ്റുന്നത് എന്നും പറഞ്ഞ് അവനവിടെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ ജിൻ ക്ലാനില്ലേ അവിടുത്തെ ആളാണെങ്കിൽ നമ്മുടെ ലൻഷാൻ്റെ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ
ആ നുണക്കുഴിയുള്ള ചെറുക്കനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ജിൻ ക്ലാനിലെ തലവന്റെ അവിഹിതത്തിലുണ്ടായ മോനാണ്. എന്നാൽ അയാൾ ഇത്രയും നാളും നമ്മളുടെ ആ നുണക്കുഴിയുള്ളവനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. ഈ റീസെന്റ് ആയിട്ട് അവൻ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ നടത്തിയതുകൊണ്ട് ജിൻ ക്ലാനിലെ തലവനാണെങ്കിൽ പറയും, ഞാൻ അവനെ മോനായിട്ട് അക്സെപ്റ്റ് ചെയ്യുവാണ്, അവന് ഞാൻ പവർ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന്. അങ്ങനെ നുണക്കുഴിയുള്ളവൻ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരും. ഇവിടെ അവൻ ഭയങ്കര എലഗൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇത് കാണുന്നത് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. കാര്യം ബ്ലേഡ് മാസ്റ്ററിന് ഇപ്പോഴും അവൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലൻഷാനും വിഭൂഷാനും കൂടി ഒരു മലയുടെ മുകളിലായിട്ട് നിന്ന് സംസാരിക്കുന്നതാ. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാനാണെങ്കിൽ വിഭൂഷാൻ്റെ അടുത്ത് പറയുന്നത്, നീ ഒരു മൈൻഡ് കാമാക്കുന്ന പാട്ട് പഠിക്കണം എന്നാണ്. എന്നാൽ വിഭൂഷാൻ ചോദിക്കും, നീ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ലൻഷാൻ കേട്ടായിരുന്നു, ആ വെൻ ക്ലാനിലെ തലവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ കയ്യിൽ അവസാനത്തെ പാർട്ട് ഇന്നയൺ എങ്ങനെയാണ് വന്നത് എന്ന്. വിഭൂഷാൻ അതിന് കറക്റ്റ് ആൻസർ ഒന്നും കൊടുക്കത്തില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴാ ബാക്കിയുള്ള 3 പാർട്ടുള്ള ഇന്നയണില്ലേ, അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാനാണെങ്കിൽ വിഭൂഷാൻ്റെ അടുത്ത് ചോദിക്കും, സത്യം പറ, നിനക്ക് എങ്ങനെയാണ് ആ സംഭവം കിട്ടിയത്? നിന്റെ കയ്യിൽ എങ്ങനെ ആ പവർ വന്നത്? അപ്പോൾ വിഭൂഷാൻ പറയും, നമ്മൾ ആമേനെ പോലത്തെ ഒരു മൃഗത്തിനെ അറ്റാക്ക് ചെയ്തില്ലായിരുന്നോ, ആ ആമയുടെ അകത്ത് നിന്ന് എനിക്കൊരു വാള് കിട്ടി, ആ വാളാണ് ഞാനിപ്പോൾ ഈ ഒരു ടൈഗർ ആൽമൽറ്റാക്കി മാറ്റിയത് എന്ന്. യഥാർത്ഥത്തിൽ വിഭൂഷാൻ അവൻ്റെ കഴിവ് വെച്ചിട്ട് തന്നെയാണ് ഇന്നയാണെന്ന് പറഞ്ഞ ഈവിളായിട്ടുള്ള സാധനത്തിനെ നല്ലൊരു സംഭവമാക്കി മാറ്റിയത്. എന്നാൽ ഇത് ആരും വിശ്വസിക്കാനൊന്നും റെഡി ആയിരുന്നില്ല. ലൻഷാൻ ആയിരുന്നാലും പറയും, നിനക്ക് ദേഷ്യം വരുമ്പോൾ നിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടു പോകാറുണ്ട്, നീ അത് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. വിഭൂഷാൻ നമ്മുടെ ലൻഷാന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലൻഷാന് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഭൂഷാൻ അക്സെപ്റ്റ് ചെയ്യാമെന്ന്. ഇവിടെയായിട്ട് വിഭൂഷാൻ പറയും, നീ എന്നെ വിശ്വസിക്കാൻ റെഡി അല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത് എന്ന്. ഇത്രയും പറഞ്ഞ അവൻ അവിടെ നിന്നങ്ങ് പോവും. അതേസമയം തന്നെ നമ്മളുടെ ആ വെൻ ക്ലാനിലുള്ള പാവപ്പെട്ട ആൾക്കാരില്ലേ, അവരെ എല്ലാവരെയും ഓടിച്ചിട്ട് കൊല്ലുമായിരുന്നു നമ്മുടെ ഈ നല്ല ക്ലാനിലുള്ള ആൾക്കാർ. ഇത് കാണുന്നേ വിഭൂഷാനും ലൻഷാനും ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്നാൽ ഇവിടെയായിട്ട് ഇവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ ബ്ലേഡ് മാസ്റ്ററും അതേപോലെ ലൻഷാന്റെ ചേട്ടനും അതേപോലെ തന്നെ നുണക്കുഴിയുള്ളവനും ഇവർ 3 പേരും കൂടി സോൺ ബ്രദേഴ്സ് ആവുന്നതാണ്. അതായത് ഇവർ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രദേഴ്സ് അല്ല, പകരം അല്ലാണ്ട് മാർഷ്യൽ ആർട്സിലുള്ള ബ്രദേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്ന ആ ജിൻ ക്ലാനിലുള്ള തലവനാണെങ്കിൽ ആ വെൻ ക്ലാനില്ലേ, അവിടെയായിട്ട് തന്നെ ഒരു വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് സംസാരിക്കുന്നത് തന്നെ നമ്മുടെ ആ ജിൻ ക്ലാനിലെ തലവന്റെ മോനും ലോട്ടസ് ക്ലാനിലെ നമ്മുടെ വിഭൂഷന്റെ ചേച്ചിയായിട്ടുള്ള കല്യാണത്തിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഇവർക്ക് 3 പേർക്കും ആ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് എങ്ങനെ തടയണമെന്ന് ആർക്കും അറിയത്തില്ല. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷനാണ് മുമ്പോട്ട് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ ജിയാങ് ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അവസാനം നമ്മുടെ വിഭൂഷൻ പറയും, എന്ത് തീരുമാനം ഉണ്ടെങ്കിലും ചേച്ചി തീരുമാനിക്കും, ചേച്ചി പറയുന്നത് പോലെ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ വിഭൂഷന്റെ ചേച്ചി അവിടെ പറയും, എനിക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ജിൻ ക്ലാനിലെ തലവനാണെങ്കിൽ വെൻ ക്ലാനിന്റെ ആ ഒരു തലപ്പത്തായിട്ടിരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ആ നുണക്കുഴിയുള്ളവൻ വന്നിട്ട് പറയും, നമ്മളിപ്പോൾ ബാക്കിയുള്ള ഇന്നയന്റെ എല്ലാ പാർട്ടുകളും നശിപ്പിച്ചു കളഞ്ഞു, ഇനി ഒരു പാർട്ട് കൂടെ കിട്ടാനുള്ളൂ. എനിക്ക് തോന്നുന്നത് ആ പാർട്ട് നമ്മളുടെ വിഭൂഷന്റെ കയ്യിലുണ്ട് എന്നാണ്. ഇത് കേൾക്കുന്നതും ആ ജിൻ ക്ലാന്റെ തലവനായിരുന്നാലും അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എല്ലാവരും അവരവരുടെ ക്ലാനിലായിട്ട് തിരിച്ചു വരുന്നതാണ്. ഇവിടെ നമ്മളുടെ വിഭൂഷനും ജിയാങ്ങും അതേപോലെ തന്നെ യാൻലിയും 3 പേർക്കും ഒരുപാട് ഓർമ്മകളില്ലേ, അവരെല്ലാം അതെല്ലാം ആലോചിച്ചിട്ട് ഒരുപാട് മിസ് ചെയ്യും അവരുടെ പേരൻസിനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൻഷാനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഗൂസുവിലായിട്ട് വന്നിട്ട് അവൻ്റെ അങ്കിളിൻ്റെ അടുത്ത് ചോദിക്കും, അവന് ഫോർബിഡൻ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ സംഭവം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ ആ ചേംബറിലായിട്ട് പൊക്കോട്ടെ എന്ന്, അതായത് ലൈബ്രറിയിലായിട്ട്. എന്നാൽ അവൻ്റെ അങ്കിൾ അതിന് സമ്മതിക്കത്തില്ല, അവിടെ പൊക്കൂടാ എന്ന് പറയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിഭൂഷാനെയും ജിയാങ്ങിനെയാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെയായിട്ട് 2 പേർക്കും ഇടയിൽ ചെറിയൊരു ഫൈറ്റിംഗ് തന്നെ സ്റ്റാർട്ടാവും. എന്നാൽ നമ്മുടെ വിഭൂഷൺ ഇപ്പോൾ ഭയങ്കര വീക്കായിരുന്നു. അവന് ചെറിയൊരു തള്ളു കിട്ടുന്നതും അവൻ തെറിച്ചു പോയി വന്ന് വീഴും. അവന് നല്ലതുപോലെ വിഷമവും ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഭൂഷൺ നേരെ വരുന്നത് അവൻ്റെ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ വിഭൂഷൻ്റെ ചേച്ചിയായിരുന്നാലും പറയും, ജിയാങ്ങിൻ്റെ അടുത്ത് നീ ദേഷ്യപ്പെടേന്നും വേണ്ട, അവന് നിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാ, അവൻ അതൊന്നും നിൻ്റെ അടുത്ത് മുമ്പിൽ കാണിക്കാത്തതാ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷൺ പഴയ കാര്യങ്ങളൊക്കെ പറയും. യഥാർത്ഥത്തിൽ അവൻ തെരുവിലായിട്ട് ഫുഡൊന്നും കിട്ടാണ്ട് ഇങ്ങനെ അലഞ്ഞു നടന്ന സമയത്ത് നമ്മുടെ ജിയാങ്ങിൻ്റെ അച്ഛൻ തന്നെയാണ്
തന്നെയാണ് ഇവനെ വിളിച്ചുകൊണ്ടൊന്ന് ഫുഡൊക്കെ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ജിയാങ്ങിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ മോനാണ് നമ്മുടെ വെയ്വൂഷ്യൻ. ഇവിടെയായിട്ട് നമ്മുടെ വെയ്വൂഷ്യനെ ജിയാങ് ഒരുപാട് ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവന് കുറേ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് വെയ്വൂഷ്യന് പട്ടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടി. എന്നാൽ അന്ന് തൊട്ടേ നമ്മളുടെ വെയ്വൂഷ്യൻ്റെ ചേച്ചിയാണെങ്കിൽ അവനെ നല്ലതുപോലെ കെയർ ചെയ്യുന്നത്. വെയ്വൂഷ്യൻ പറയും ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയത് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ വെയ്വൂഷ്യനാണെങ്കിൽ അവൻ്റെ ചേച്ചിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് നമുക്ക് എങ്ങനെയാണ് ഒരാളെ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ അവൻ്റെ ചേച്ചി ചോദിക്കും, ആഹാ അപ്പം നിന്റെ മനസ്സിൽ ആരോ ഉണ്ടല്ലേ, നിനക്ക് ആരെടുത്താ ഇത്ര ഇഷ്ടം? എന്നാൽ വെയ്വൂഷ്യൻ അതവിടെ തുറന്നു പറയാനൊന്നും റെഡി ആവത്തില്ല. ഇവൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കും ചെറിയൊരു ഡൗട്ട് അടിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ലോട്ടസ് ക്ലാനിലായിട്ട് നമ്മളുടെ ആ ജിൻ ക്ലാനിൻ്റെ മോനില്ലേ തലവനായിട്ടുള്ളവൻ, അവൻ വരുന്നതാണ്. യഥാർത്ഥത്തിൽ അവന് നമ്മുടെ വെയ്വൂഷ്യൻ്റെ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവൻ അതൊന്നും കാണിക്കാൻ റെഡി ആയിരുന്നില്ല. ഇവിടെയായിട്ട് അവൻ പറയും, അച്ഛനാണെങ്കിൽ ഒരു ഹണ്ടിങ് മത്സരം വെച്ചിട്ടുണ്ട്, നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുക. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ യാൻലി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി വിളിക്കാൻ വന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ വെയ്വൂഷ്യൻ്റെ ചേച്ചി അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. പിന്നീട് കാണിക്കുന്ന ആ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാ ക്ലാൻ മെമ്പേഴ്സും അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയായിട്ട് അമ്പ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷനിൽ ടാർഗറ്റായിട്ട് നിർത്തിയിരിക്കുന്നതന്നെ വെൻ ക്ലാനിലുള്ള പാവപ്പെട്ട ആൾക്കാരെയായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ വെയ്വൂഷ്യനും അതേപോലെ ലൻഷാനും എല്ലാം ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. വെയ്വൂഷ്യൻ അവിടെ കണ്ണ് കെട്ടിയിട്ടാണ് അമ്പെല്ലാം വിടുന്നത്. എന്നാൽ ഇത് കാണുന്ന നമ്മുടെ ആ നുണക്കുഴിയുള്ളവനും ജിൻ ക്ലാനിലെ തലവനും ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. നമ്മുടെ വെയ്വൂഷ്യൻ ഭയങ്കര ടാലന്റഡ് അല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കും എല്ലാവരും ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ വെയ്വൂഷ്യൻ ആണെങ്കിൽ ഒരുപാട് മൃഗങ്ങളെല്ലാം ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും തന്നെ ഒന്ന് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടത്തില്ല. അതേസമയം തന്നെ നമ്മുടെ വെയ്വൂഷ്യൻ ആണെങ്കിൽ ഒരു സ്ഥലത്തായിട്ട് വന്നിരുന്ന് ഓടക്കുഴലും വായിച്ചുകൊണ്ടിരിക്കും. അവിടെയായിട്ട് നമ്മുടെ ലൻഷാനും വരും. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. വെയ്വൂഷ്യൻ ഒന്നും മനസ്സിലാവത്തില്ല. അവനവിടെ സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേട്ട് രണ്ടുപേരുടെ ഒരു സൈഡിലായിട്ട് ഒളിച്ചിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്വൂഷ്യൻ്റെ ചേച്ചിയും അതേപോലെ ജിൻ ക്ലാനിലെ ആ തലവനില്ലേ, ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. നമ്മുടെ വെയ്വൂഷ്യൻ ഇത് കാണുന്നേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. എന്നാൽ ഒരു പോയിന്റ് എത്തുന്നതും അവിടെയായിട്ട് ഭയങ്കര വലിയൊരു ഫൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻ ക്ലാനിലെ മെമ്പേഴ്സും അതേപോലെ വെയ്വൂഷ്യനും ആയിട്ട്. ഇതൊക്കെ കേട്ടോണ്ട് വരുന്ന നമ്മളുടെ ആ നുണക്കുഴിയുള്ളവനില്ലേ, അവൻ വന്നിട്ട് നമ്മുടെ വെയ്വൂഷ്യൻ്റെ ആ ഒരു ഓടക്കുഴിനെ പറ്റിയിട്ട് കുറ്റം പറയും. അതായത് നമ്മുടെ വെയ്വൂഷ്യനാണെങ്കിൽ എന്തോ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഓടക്കുഴിന് എന്തോ ഒരു പവർ ഉണ്ട് എന്ന്. എന്നാൽ ഇതൊന്നും നമ്മുടെ വെയ്വൂഷ്യനെ അത്ര അഫക്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മളുടെ ജിയാങ് കേൾക്കും ബാക്കിയുള്ള ക്ലാൻ മെമ്പേഴ്സൊക്കെ പറയുന്നത്, വെയ്വൂഷ്യൻ ഇപ്പോൾ അവിടുത്തെ ബോസിനെ പോലെ നടക്കുന്നത് അവനെ ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല, അവനാണ് ഈ ഹണ്ടിങ്ങിലുള്ള എല്ലാ മൃഗങ്ങളെയും വേട്ടയാടിയിരിക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജിയാങ്ങിനും ദേഷ്യം വരും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വെയ്വൂഷ്യൻ ആണെങ്കിൽ ആ ജിൻ ക്ലാനിലെ വില്ലേജിൽ കൂടി നടക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ ആ വെൻചിനെ കാണുന്നതാ. അവളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു. നമ്മുടെ വെയ്വൂഷ്യനായിരുന്നാലും ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ലൻഷാനും അവൻ്റെ ചേട്ടനോട് സംസാരിക്കുന്നതാണ്. ഇവിടെ ലൻഷാനാണെങ്കിൽ അവൻ്റെ ചേട്ടനടുത്ത് ചോദിക്കും, ചേട്ടൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയണം, ഞാൻ ഒരാളെ നമ്മുടെ ഗൂസൂലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവൻ്റെ ചേട്ടൻ ഷോക്കാവും. പെട്ടെന്ന് തന്നെ ലൻഷാൻ പറയും, അവനെ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ ലൻഷാൻ്റെ ചേട്ടൻ ചോദിക്കും, അവനതിന് താല്പര്യമില്ലെങ്കിലോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാൻ ഒന്നും പറയത്തില്ല, അങ്ങനെ നോക്കി നിൽക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൻഷാൻ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഗൂസൂല് ഒരു റോളും തെറ്റിക്കാത്ത അവൻ നമ്മുടെ വെയ്വൂഷ്യന് വേണ്ടിയിട്ട് അവൻ്റെ അങ്കിൾ പോകണ്ട എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ ആരും അറിയാണ്ട് ചെന്ന് ആ ബുക്കൊക്കെ എടുത്ത് വായിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.